ഒരൊറ്റ സെക്കൻഡ് കണ്ണുകൾ അടച്ച ആ ദിവസങ്ങളിലേക്ക് ഒന്ന് തിരിച്ചു പോവുക. ചുറ്റും അലറിയെടുക്കുന്ന പ്രളയജലം, വീടിന്റെ മേൽക്കൂരയ്ക്ക് മുകളിൽ മരണത്തെ മുഖാമുഖം കണ്ട് പ്രാർത്ഥനയോടെ കോരിച്ചൊരിയുന്ന മഴയത്ത് വിറച്ചു നിന്ന ആ നിമിഷങ്ങൾ. ഫോണിൽ ചാർജ് ഇല്ല, കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല, രക്ഷിക്കാൻ ആരുമില്ലെന്ന് കരുതി ജീവിതം അവസാനിച്ചു എന്നുറപ്പിച്ച സെക്കൻഡിൽ ഇരുട്ടിൽ വന്നെന്നും ആർത്തലയ്ക്കുന്ന വെള്ളപ്പാച്ചിലിനെ കീറി മുറിച്ച് ഒരു എഞ്ചിന്റെ ശബ്ദം കേട്ടു. ഒരു വള്ളം, അതിൽ കുറച്ച് മനുഷ്യർ. സ്വന്തം ജീവനെക്കുറിച്ച് ഒരു നിമിഷം പോലും ആലോചിക്കാതെ, മക്കളെയും ഭാര്യയെയും ഓർത്ത് ഭയപ്പെടാതെ ഒരൊറ്റ വിളിയിൽ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ ഓടിയെത്തിയ മനുഷ്യർ ആരായിരുന്നു? കേരളത്തിന്റെ സ്വന്തം സൈന്യം, നമ്മുടെ തീരദേശത്തെ സഹോദരങ്ങൾ. അന്ന് അവർ രക്ഷപ്പെടുത്തിയത് 10,000-കണക്കിന് ജീവനുകളാണ്. രക്ഷാപ്രവർത്തനത്തിനിടയിൽ സ്വന്തം ബോട്ടുകൾക്കും വള്ളങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചപ്പോൾ 1 രൂപ പോലും സർക്കാരിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ പ്രതിഫലം വാങ്ങാൻ നിൽക്കാതെ സ്വന്തം പോക്കറ്റിൽ നിന്നും കാശെടുത്ത് അതൊക്കെ നന്നാക്കി ഒരു ചിരിയോടെ കടലിന്റെ മടിത്തട്ടിലേക്ക് മടങ്ങിപ്പോയ ആ വലിയ മനുഷ്യർ. പക്ഷെ ഇന്ന് ഞാൻ ഈ കഥ പറയാൻ വന്നതല്ല, അതിനേക്കാൾ വലിയ ഒരുപക്ഷെ നിങ്ങളുടെ ഒരൊറ്റ ഷെയർ കൊണ്ട് കേരളത്തിന്റെ ചരിത്രം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു രഹസ്യം വെളിപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മളെ കാത്ത കൈകൾക്ക് തിരിച്ചു നൽകാൻ നമ്മൾ കരുതി വെച്ച ഏറ്റവും വലിയ സമ്മാനം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ആ കടലോര ഗ്രാമങ്ങളിലെ കൂരകളിലേക്ക് നോക്കി നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അവരുടെ ഭാവി എന്തായിരിക്കുമെന്ന്? അതിശയിക്കാൻ റെഡി ആയിക്കോളൂ. കേരളത്തിന്റെ തീരദേശത്ത് നിന്ന് വരും വർഷങ്ങളിൽ വൻ ഭൂകമ്പം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു വിപ്ലവം ജനിക്കുകയാണ്. ആരും പ്രതീക്ഷിക്കാത്തൊരിടത്ത് നിന്ന് ചരിത്രം തിരുത്തിക്കുറിക്കാൻ പോകുന്ന ഒരു വമ്പൻ പ്രൊജക്ട്. സസ്പെൻസും യാഥാർത്ഥ്യത്തിന്റെ വിശകലനവും. നമ്മൾ പലപ്പോഴും സിവിൽ സർവീസ് ഒക്കെ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? വലിയ AC മുറികളിലിരുന്ന് പഠിക്കുന്ന ലക്ഷക്കണക്കിന് രൂപ ഫീസ് കൊടുക്കാൻ ശേഷിയുള്ള വരേണ്യവർഗത്തിന്റെ കുട്ടികൾ, അല്ലെങ്കിൽ ഡൽഹിയിലും തിരുവനന്തപുരത്തുമുള്ള വമ്പൻ കോച്ചിങ് സെന്ററുകളിൽ പോയി മാസം തോറും 10,000 പൊടിക്കുന്നവരുടെ ഒരു കുത്തക മേഖല അല്ലേ? എന്നാൽ ഇന്ന് ഈ നിമിഷം മുതൽ ആ ചിന്താഗതി മാറ്റിവെക്കാൻ സമയമായി. പണമില്ലാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ശരിയായ ഗൈഡൻസ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലാത്തതിൻ്റെ പേരിൽ, ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം തീരദേശത്തെ എത്രയോ മിടുക്കരായ കുട്ടികളുടെ IAS IPS സ്വപ്നങ്ങളൊക്കെ കടലിലെ തിരമാലകൾ പോലെ വന്നടിച്ച് തകർത്ത് പോയിട്ടുണ്ട്. അവർക്ക് കഴിവും ബുദ്ധിയും ഇല്ലാഞ്ഞിട്ടല്ലല്ലോ, മറിച്ച് വഴി കാട്ടാൻ ആരുമില്ലാത്തത് കൊണ്ടാണെന്ന് മാത്രം. നമുക്ക് ചില ഡാറ്റകളൊന്ന് പരിശോധിക്കാം. കേരളത്തിൽ നിന്നും ഓരോ വർഷവും സിവിൽ സർവീസ് ലിസ്റ്റിൽ വരുന്ന കുട്ടികളുടെ ശതമാനം എടുത്തു നോക്കിയാൽ തീരദേശ മേഖലകളിൽ നിന്നുള്ള പ്രാതിനിധ്യം എത്രത്തോളം ഉണ്ട്? വളരെ വളരെ കുറവാണ്. കടലിലെ കാറ്റിനോടും തിരമാലകളോടും പൊരുതി ജീവിക്കുന്ന കുട്ടികൾക്ക് ജന്മനാൽ തന്നെ വലിയ പ്രതിസന്ധികളെ നേരിടാനുള്ള അതിജീവന ശേഷിയുണ്ട്. ഒരു സിവിൽ സർവീസ് ഓഫീസർക്ക് വേണ്ട ഏറ്റവും വലിയ യോഗ്യതയും ഈ ക്വാളിറ്റിയാണ്. എന്നിട്ടും എന്തുകൊണ്ട് അവർക്ക് സിവിൽ സർവീസ് കോട്ടയ്ക്കുള്ളിലേക്ക് കയറാൻ സാധിക്കുന്നില്ല? ഒന്നാമത്തെ കാരണം ഭീമമായ സാമ്പത്തിക ചെലവാണ്. രണ്ടാമത്തെ കാരണം സ്കൂൾ തലം മുതൽ ലഭിക്കേണ്ട കൃത്യമായ ഫൗണ്ടേഷന്റെ കുറവ്. മൂന്നാമത്തെ കാരണം കടലോര ഗ്രാമങ്ങളിലേക്ക് എത്താതെ പോകുന്ന വിവരങ്ങളും അവസരങ്ങളും. ഈ അവസ്ഥ തുടർന്നു കഴിഞ്ഞാൽ നാളത്തെ നമ്മുടെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഈ മനുഷ്യരുടെ ശബ്ദം കേൾക്കാതെ പോകും. ഈ ഒരു വലിയ അനീതിക്ക് അറുതി വരുത്താൻ ആരും ചിന്തിക്കാത്ത ഒരു വഴിയിലൂടെ ഒരു വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഒരു കൂട്ടം മനുഷ്യർ. അതാണ് ഓസോൺ ഇന്ത്യ ഫൗണ്ടേഷൻ. അവർ വെറുതെ ഒരു പ്രഖ്യാപനം നടത്തുകയല്ല ചെയ്തത്. സിവിൽ സർവീസ് ലോകത്തെ ഞെട്ടിക്കുന്ന കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയ വലിയൊരു ദൗത്യത്തിനാണ് അവർ തുടക്കം കുറിച്ചിരിക്കുന്നത്. ആ ദൗത്യത്തിന്റെ പേരാണ് GEM, ഗൈഡിംഗ് എക്സെപ്ഷണൽ മൈൻഡ്സ്. വലിയ പ്രഖ്യാപനവും പദ്ധതിയുടെ ഘടനയും. എന്താണ് ഈ GEM പ്രൊജക്ട്? എന്തുകൊണ്ടാണ് ഇത് കേരളത്തിൽ ഇതുവരെ ആരും ചെയ്യാത്ത ഒന്നായി മാറുന്നത്? ഇതിന്റെ ലക്ഷ്യം വളരെ ലളിതമാണ്, എന്നാൽ അതിശക്തവുമാണ്. വരും വർഷങ്ങളിൽ നമ്മുടെ തീരദേശത്ത് നിന്നും 100 IAS IPS ഓഫീസർമാരെ വളർത്തിയെടുക്കുക. കേൾക്കുമ്പോൾ ചിലപ്പോൾ അവിശ്വസനീയമായും തമാശയായൊക്കെ തോന്നാം. 100 സിവിൽ സർവീസ് ഓഫീസർമാരോ, അതും തീരദേശത്ത് നിന്ന് മാത്രം? അതെ, ലക്ഷ്യം വലുതാണെങ്കിൽ അതിൻ്റെ പിന്നിലെ അധ്വാനവും വലുതായിരിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നാൽ, ഈ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്ക് സിവിൽ സർവീസ് കോച്ചിങ് പൂർണ്ണമായും സൗജന്യമായിരിക്കും. 1 രൂപ പോലും അവർ ഫീസായി നൽകേണ്ടതില്ല. ഈ പദ്ധതിയുടെ പ്ലാനിങ് കേട്ടാൽ നിങ്ങൾ തീർച്ചയായും അത്ഭുതപ്പെടും. ഇത് വെറും ഒരു ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുന്ന പരിപാടിയൊന്നും അല്ല. ഇതിന് കൃത്യമായ 2 ഘട്ടങ്ങളുണ്ട്. ആർക്ക് വേണ്ടി? ഇപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന തീരദേശത്തെ മിടുക്കരായ കുട്ടികൾക്ക് വേണ്ടി. എന്തുകൊണ്ടാണ് 8ാം ക്ലാസ്? ഒരു കുട്ടിയുടെ ചിന്താശേഷിയും ലക്ഷ്യബോധവും രൂപപ്പെടുന്നത് ഈ ഒരു പ്രായത്തിലാണ്. സ്കൂൾ പഠനത്തോടൊപ്പം തന്നെ സിവിൽ സർവീസിന്റെ പ്രാഥമിക പാഠങ്ങളും ജനറൽ നോളജും ലീഡർഷിപ്പ് ക്വാളിറ്റിയും കുട്ടികളിലേക്ക് എത്തിക്കുക. അതാണ് ഇതിന്റെ ലക്ഷ്യം. ഒരു ചെടി ചെറുപ്പത്തിലെ വളർത്തിയെടുക്കുന്നത് പോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി അങ്ങനെ വേണം ഡിസൈൻ ചെയ്യാൻ. ഇത് വെറൊരു ക്ലാസ് അല്ല. സിവിൽ സർവീസ് പരീക്ഷയുടെ പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ എന്നീ 3 ഘട്ടങ്ങളെയും അതിജീവിക്കാൻ തക്കമുള്ള അതികഠിനമായ പരിശീലനം.
ഈ ഘട്ടത്തിൽ നൽകും. ആദ്യഘട്ടം ആരംഭിക്കുന്ന എവിടെയാണ്? ഈ വലിയ വിപ്ലവത്തിന്റെ ആദ്യത്തെ വെടി പൊട്ടുന്നത് നമ്മുടെ ആലപ്പുഴയിലും കൊല്ലത്തുമാണ്. അതെ, പ്രളയകാലത്ത് ഏറ്റവും കൂടുതൽ കരുത്തായി മാറിയ നമ്മുടെ ആലപ്പുഴയിലെയും കൊല്ലത്തെയും തീരദേശങ്ങളിൽ നിന്നാണ് ഈ ചരിത്രയാത്രയ്ക്ക് തുടക്കം. ഇനി നിങ്ങൾ ചോദിക്കും, ഇതെല്ലാവർക്കും ഒക്കെ കിട്ടുമോ എന്ന്, സൗജന്യമാണെന്ന് പറയുമ്പോൾ ക്വാളിറ്റി ഉണ്ടാകുമോ എന്നൊക്കെ. ഇവിടെയാണ് ഓസോൺ ഇന്ത്യ ഫൗണ്ടേഷന്റെ കൃത്യത നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് വഴിപാടായി നടത്തുന്ന ഒരു പരിപാടിയല്ല. യഥാർത്ഥത്തിൽ മിടുക്കരായി കഠിനാധ്വാനം ചെയ്യാൻ മനസ്സുള്ള കുട്ടികളെ കണ്ടെത്താൻ അവർ ചില കർശനമായ മാനദണ്ഡങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഈ കോച്ചിങ്ങിലേക്ക് കുട്ടികളെ തിരഞ്ഞെടുക്കുന്നത് തികച്ചും സുതാര്യമായ രീതിയിലാണ്. 1. എഴുത്തു പരീക്ഷ. കുട്ടികളുടെ പൊതുവിജ്ഞാനവും അഭിരുചിയും പരിശോധിക്കുന്ന പരീക്ഷ. ഇവർക്ക് ഇതിനോട് ശരിക്കും താല്പര്യം ഉണ്ടോ എന്ന് തന്നെ മനസ്സിലാക്കണമല്ലോ. 2. വ്യക്തിഗത ഇന്റർവ്യൂ. അവരുടെ ലക്ഷ്യബോധവും പ്രതിജ്ഞാബദ്ധതയും അളക്കുന്ന ഘട്ടം. ഇതൊരു പരസ്യമല്ല. ഇതിലൂടെ 1 രൂപയുടെ പോലും ലാഭം നമുക്ക് ആരും കൊതിക്കുന്നില്ല. മറിച്ച് ഇത് നമ്മുടെ നാടിന് വേണ്ടി ജീവൻ കളയാൻ മടിക്കാത്തവരുടെ മക്കൾക്ക് നമ്മൾ നൽകുന്ന ഒരു വലിയ കൈത്താങ്ങാണ്. ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. നാളെ നമ്മുടെ തീരദേശ ഗ്രാമങ്ങളിലെ കൊച്ചു വീട്ടിൽ നിന്ന് കഷ്ടപ്പാടുകളോട് പൊരുതി ജയിച്ചൊരു കലക്ടറോ കമ്മീഷണറോ ഒക്കെ വണ്ടി ഇറങ്ങുന്നത് ആ ഗ്രാമത്തിന്, ആ മനുഷ്യർക്കത് നൽകുന്ന ഒരു അഭിമാനവും ആത്മവിശ്വാസവും സന്ദേശവും എത്രത്തോളം വലുതായിരിക്കും. നെഞ്ചിൽ തൊട്ട് തന്നെ പറയാം നമുക്കിതൊരു വലിയ അഭിമാനമായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നത് വെറുതെ ഒരു വിനോദത്തിന് വേണ്ടി ആകരുത്. ഇതിന് പിന്നിൽ ഒരു വലിയ നിയോഗമുണ്ട്. നിങ്ങളുടെ വീടിനടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലുമോ തീരദേശ മേഖലയിൽ താമസിക്കുന്നുണ്ടെങ്കിൽ, അവിടെ മിടുക്കരായ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ദയവായി ഈ വിവരം അവരിലേക്ക് എത്തിക്കുക. അവരുടെ മാതാപിതാക്കളെ അതൊന്ന് അറിയിക്കുക. ചിലപ്പോൾ വിവരങ്ങൾ അറിയാത്തത് കൊണ്ട് മാത്രം ഒതുങ്ങിപ്പോയൊരു വലിയ പ്രതിഭയെ രക്ഷിച്ചെടുക്കാൻ നമ്മുടെ ഈ ചെറിയൊരു ഷെയറിലൂടെ സാധിച്ചേക്കാം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാനും ഈ സുവർണ അവസരത്തിലേക്ക് രജിസ്റ്റർ ചെയ്യാനുമായി നിങ്ങൾ വലുതായി ഒന്നും ചെയ്യേണ്ടതില്ല. കുട്ടിയുടെ അടിസ്ഥാന വിവരങ്ങൾ, അതായത് പേര്, ക്ലാസ്, പഠിക്കുന്ന കോഴ്സ്, സ്കൂള്, സ്ഥലം എന്നിവയെല്ലാം താഴെ ഞാനിപ്പോൾ പറയുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് അയയ്ക്കുക. 75 93 86 37 01. ഇനി മറക്കരുത്, ഈ നമ്പർ ഇപ്പോൾ തന്നെ സേവ് ചെയ്യൂ. ഉടനെ തന്നെ ഈ വിവരങ്ങൾ അയക്കൂ. നിങ്ങളുടെ കുട്ടികളെ, അവരുടെ ഭാവി സുരക്ഷിതമാക്കൂ, അവരുടെ സ്വപ്നങ്ങളിലേക്ക് എത്തിക്കൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.